നമസ്കാരം. കേരളത്തിലെ മിന്നും വിജയം സ്വന്തമാക്കിയ ഐക്യജനാധിപത്യ മുന്നണിയും വലിയ പരാജയം ഏറ്റുവാങ്ങിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നിരന്തരമായി വാർത്തകളിൽ നിറയുകയാണ്. പക്ഷേ അധികം ആരും ചർച്ച ചെയ്യാതെ മാറി നിൽക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ BJPയുടെ സ്ഥിതിയാണ്. കേരളത്തിൽ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ വിധിയും കേരളത്തിന്റെ ഭരണവും നിർവഹിക്കുന്ന നിർണായക ശക്തിയായി ഭാരതീയ ജനതാ പാർട്ടി കടന്നുവരും. അതായത് മിനിമം കേരളത്തിലെ 10 മുതൽ 20 വരെ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ സ്വന്തം നിലയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ MLA-മാരുണ്ടാകും എന്നുള്ളതായിരുന്നു ഖ്യാതിയും വാർത്തയും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രശാലിയായി ഭാരതീയ ജനതാ പാർട്ടിക്ക് അകത്ത് അറിയപ്പെട്ടിരുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് കൂടിയായിട്ടുള്ള ചന്ദ്രശേഖരനെ കേരളത്തിന്റെ സംസ്ഥാന പദവിയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വന്നതിന് ശേഷം ഒരു സ്പോക്സ്മാൻ എന്ന രീതിയിൽ പോലും പെർഫോം ചെയ്യാൻ പറ്റുന്ന BJPയുടെ അംഗബലം ഗണ്യമായി കുറഞ്ഞു വരുന്നതാണ് നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ കണ്ടിരിക്കുന്നത്. ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ BJPക്ക് സംഭവിച്ചത് എന്താണ്? തിരുവനന്തപുരം നഗരത്തിൽ 101 സീറ്റിൽ 50 സീറ്റ് ഭാരതീയ ജനതാ പാർട്ടി സ്വന്തമാക്കി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി വേണമെങ്കിൽ സ്വാഭാവികമായും BJPക്ക് അവിടെ ഭരിക്കാൻ സാധിക്കും. CPM കോൺഗ്രസ് തമ്മിലുള്ള ഒരു ഐക്യം അസാധ്യമായ കേരള രാഷ്ട്രീയ ഭൂമികയിൽ അത് സംബന്ധിച്ച് വലിയ വാർത്ത ദേശീയ തലത്തിൽ പ്രാധാന്യമർഹിക്കുകയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ തുള്ളിച്ചാടിയെന്നും ആഭ്യന്തര മന്ത്രി വലിയ തോതിൽ അദ്ദേഹത്തിന്റെ എക്സ് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ വാർത്ത പങ്കുവച്ചു എന്നതൊക്കെയായിരുന്നു നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പക്ഷേ നമ്മൾ അറിയേണ്ടത് 2600-ലധികം വാർഡുകൾ കയ്യിലുണ്ടായിരുന്ന BJPക്ക് 600 വാർഡുകൾ ഈ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായി. കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഗ്രാമപഞ്ചായത്തിൽ വെറും 2000 വാർഡുകളിൽ മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് വിജയം സ്വന്തമാക്കാൻ സാധിച്ചത്. അവർ പ്രതീക്ഷിച്ചത് 4000 വാർഡുകൾ സ്വന്തമാക്കാൻ സാധിക്കും എന്നാണ്. മുനിസിപ്പാലിറ്റി അങ്ങനെയാണല്ലോ. ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ച ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത് നഗരപ്രദേശങ്ങളിലാണ്, സബർബൻ ഏരിയാസ്, മുനിസിപ്പാലിറ്റീസ്, കോർപ്പറേഷൻ മേഖലകളിലാണ്. കോർപ്പറേഷനിൽ മൊത്തമായി കേരളത്തിലെ 6 കോർപ്പറേഷനുകളിലും കൂടി BJPയുടെ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന ടോട്ടൽ സീറ്റ് എന്ന് പറയുന്നത് 94 അതിൽ 50 സീറ്റും തിരുവനന്തപുരത്ത് കഴിച്ചാൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും കൂടി കിട്ടിയിരിക്കുന്നത് വെറും 44 സീറ്റുകളാണ്. ഇനി മുനിസിപ്പാലിറ്റിയിലേക്ക് എത്തിയാലും സ്ഥിതി വ്യത്യസ്തമല്ല. മുനിസിപ്പാലിറ്റിയിൽ ആകെ കൂടി കിട്ടിയിരിക്കുന്നത് 380 സീറ്റുകൾ മാത്രമാണ്. അതായത് 380 മുനിസിപ്പൽ വാർഡുകളിലേക്കാണ് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചത്. അത് 87 മുനിസിപ്പാലിറ്റികളിലും കൂടി എന്ന് പറഞ്ഞാൽ മുനിസിപ്പൽ മേഖലയിലും ഗ്രാമീണ മേഖലയിലും BJP അമ്പേ പരാജയപ്പെട്ടു. കോർപ്പറേഷന്റെ കാര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കേവല ഭൂരിപക്ഷത്തിൽ ഒരു എഡ്ജിൽ ഭാരതീയ ജനതാ പാർട്ടി വന്നു നിന്നു. ടോട്ടൽ 94 സീറ്റുകൾ മാത്രം നേടാനായി. 2600 വാർഡുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് അത് വെറും 2000 കുറഞ്ഞു. കേരളത്തിൽ ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അവർക്ക് നിയമസഭാ തലത്തിൽ ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തിന്റെ എണ്ണവും ഇപ്പോഴുള്ള ഭൂരിപക്ഷത്തിന്റെ എണ്ണവും 50% കുറഞ്ഞു എന്നർത്ഥം. കേരളത്തിലെ ഏകദേശം 7ഓളം നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി മുന്നിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കേരളത്തിൽ മൊത്തം ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ടിംഗ് പെർസെന്റേജ് എന്ന് പറയുന്നത് 20%. ഇന്ന് ആ 20% വെറും 18% കുറഞ്ഞു. ശ്രീ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നായകത്വം ഏറ്റെടുത്തതോടുകൂടി തിരുവനന്തപുരം നഗരത്തിൽ അവർക്ക് എണ്ണം വർദ്ധിപ്പിക്കാൻ സാധിച്ചുവെങ്കിലും അവിടെയും വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അപ്പൊ കേരളത്തിലുടനീളം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വലിയ തോതിലുള്ള നഷ്ടമാണ് ഉണ്ടാക്കിയത്. ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ജില്ലയായിരുന്നു പാലക്കാട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഇടമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി. ആ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും സ്വന്തമായി ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷം നേടുന്നതിൽ ഭാരതീയ ജനതാ പാർട്ടി പരാജയപ്പെട്ടു. അവിടെ വെറും 23 സീറ്റുകളിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ സാധിച്ചത്. കയ്യിലുള്ള മുനിസിപ്പാലിറ്റി നഷ്ടപ്പെടുകയും കയ്യിലുള്ള പഞ്ചായത്തുകൾ നിരവധിയായി നഷ്ടപ്പെടുകയും ചെയ്ത ഇടത്താണ് ഒരു
കോർപ്പറേഷന്റെ പിൻബലത്തിൽ മാത്രം ഭാരതീയ ജനതാ പാർട്ടി പിടിച്ചു നിന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോക്സ്മാനായി മാറിയതോടെ അദ്ദേഹത്തിന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി NDAയുടെ ചെയർമാൻ സ്ഥാനത്തായിരുന്നു. തുഷാറിന്റെ പ്രസക്തി സ്വാഭാവികമായും നഷ്ടപ്പെട്ടു. BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരളത്തിൽ BJPയുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ മിഷനറി. ആ BDJSന്റെ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ താരതമ്യേന ദുർബലമായിരുന്നു. പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലാണ് മിന്നും വിജയവും മിന്നും പോരാട്ടവും BDJS നടത്തിയിരുന്നത്. ആ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള മേഖലകളിൽ BDJSന്റെ സാന്നിധ്യം അമ്പെ പരാജയപ്പെട്ടു. BDJSും BJPയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം കുറഞ്ഞു. യഥാർത്ഥത്തിൽ കേരളത്തിൽ വളർച്ചയിലേക്ക് നയിക്കുമായിരുന്ന BJP യഥാർത്ഥത്തിൽ BDJSനെയും കൂടി പിണക്കിയതോടെ ഇപ്പോൾ പിറകോട്ട് വലിക്കുന്ന ഒരു രാഷ്ട്രീയ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ഒരു CPM BJP ബാന്ധവം ആരോപിച്ച ആളുകൾക്ക് പോലും ആശ്വസിക്കാൻ കഴിയുന്ന വകയാണ് BJP ഇപ്പോൾ കേരളത്തിൽ നൽകിയിരിക്കുന്നത്.